അപ്പോൾ പറഞ്ഞു വരുന്നത് ഇദ്ഗാം 3 വിധത്തിൽ നമുക്ക് വേർതിരിക്കാം. ഒന്ന് മുതമാസിലൈനി. മുതമാസിലൈനി മനസ്സിലാക്കിയാൽ എളുപ്പത്തിൽ ശേഷമുള്ള രണ്ടും മനസ്സിലാക്കാം. ഖുർആൻ ഓതുമ്പോൾ കണ്ടിട്ടുണ്ടാകും. ഫമാ റബിഹത് തിജാറത്തുഹും റബിഹത്തി ഇർകം മഅന അസ്ഖലദ് ദഅവാ. ഇവിടെ എല്ലാം പല അക്ഷരങ്ങൾ കാണാം, ഒരേ അക്ഷരങ്ങൾ കാണാം. ഇതാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ആദ്യം നോക്കുന്ന മുതമാസിലൈനി എന്നാൽ എന്ത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇദ്ഗാം ചെയ്യുന്ന ഒന്നാം അക്ഷരവും രണ്ടാം അക്ഷരവും ഒരേ ഇനത്തിൽപ്പെട്ട ഒരേ മഖ്റജും ഒരേ സിഫത്തുമാവുക എന്ന് വെച്ചാൽ, ഈ ഉദാഹരണത്തിൽ ആദ്യം കാണുന്ന ഇളിരിബ് ബി അസ്വാക, ആദ്യമുള്ള ഇളിരിബ് ബാ സുക്കൂന്, ശേഷമുള്ള ബി ബാ കസ്റുണ്ട്, അതായത് ഹർക്കത്തുണ്ട്. അപ്പോൾ ഒന്നാം ബാഇനെ രണ്ടാം ബായിലേക്ക് ചേർത്ത്. ഇവിടെ രണ്ടും ഒരേ അക്ഷരമാണ്, ബാ. ഈ ബാഇൻ്റെ ഉച്ചരിക്കുന്ന സ്ഥലവും ഈ ബാഇന് വരുന്ന വിശേഷണങ്ങളും, അതായത് സിഫത്തുകളും ഒന്നായിരിക്കും. ഇതേപോലെ ഒരേ അക്ഷരമായാലാണ് മുതമാസിലൈനി ആവുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഇദ്ഗാം ചെയ്യുന്ന ആദ്യ അക്ഷരമായ ബാവും രണ്ടാം അക്ഷരമായ ബാവും ഒന്ന് തന്നെയാണ് ഇവിടെ വന്നത്, ബാ. ഇനി അടുത്തതായി ബാഇന് പകരം വേറെ രണ്ട് വ്യത്യസ്ത അക്ഷരങ്ങളായിരിക്കും വരിക. അവിടെ അതിന് പേര് മാറും. ഇങ്ങനെ ഇവിടെ വരുന്നത് ഒരേ അക്ഷരമാണ് ഒന്നാമത് ചേർക്കുന്നതും രണ്ടാമതായ അക്ഷരവും വരുന്നത് എങ്കിൽ ഇതിന് മുതമാസിലൈനി എന്ന് പറയും. ഒരേ അക്ഷരം എന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. സത്യത്തിൽ എഴുതി വെക്കുന്ന നിയമത്തിലുണ്ടാവുക മഖ്റജും സിഫത്തും ഒന്നായി വരിക എന്നാണ്. ഒന്നാം അക്ഷരവും രണ്ടാം അക്ഷരവും, അതായത് ചേർക്കപ്പെടുന്ന അക്ഷരവും, ആദ്യത്തെ സുക്കൂനുള്ള അക്ഷരവും രണ്ടാമത് ഹർക്കത്തുള്ള അക്ഷരവും. ഇതിനാണ് നേരത്തെ പറഞ്ഞിരുന്നു ഒന്നാം അക്ഷരം ചേർക്കപ്പെടുന്ന രണ്ടാം അക്ഷരം എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ഒന്നാം അക്ഷരവും രണ്ടാം അക്ഷരവും ഒരേ മഖ്റജും സിഫത്തുമായി വന്നു എന്നാണ് നിയമം പറയുമ്പോൾ പറയുക. മഖ്റജും സിഫത്തും ഒന്നായി വന്നാൽ അത് ഒരേ അക്ഷരമായിരിക്കും. ഒരു അക്ഷരത്തിന് മഖ്റജും സിഫത്തും ഒന്നായിരിക്കും. ഇനി ഈ മുതമാസിലൈനിയിലെ തന്നെ മറ്റൊരു ഉദാഹരണം നോക്കാം. കാനത് തഅബുദു. ഈ താ ഒന്നാം അക്ഷരം സുക്കൂനായിട്ടാണ് വന്നത്, രണ്ടാം അക്ഷരവും അതേ താ തന്നെ ഹർക്കത്തുള്ളതായിട്ടാണ് വന്നത്. അപ്പോൾ ഒന്നാമത് സുക്കൂനുള്ള താഇനെ രണ്ടാമതുള്ള തായിലേക്ക് ചേർത്തി ഓതുന്നു. കാനത് തഅബുദു. മുതമാസിലൈനിയിലെ മറ്റൊരു ഉദാഹരണം വദ്കുർ റബ്ബക. വദ്കുർ റാ സുക്കൂൻ, ശേഷമുള്ള റാ ഫതഹ്. വദ്കുർ റബ്ബക. ഇതുപോലെ ഒരേ അക്ഷരം വന്ന മറ്റൊരു മുതമാസിലൈനി കാണാം. വഖദ് ദഖലു. ഒന്നാം ദാല് സുക്കൂൻ, രണ്ടാം ദാല് ഹർക്കത്ത്. യുസ്രിഫി ഫാ. യുദ്രിക്കും കാഫ്. ഇതാണ് ഇദ്ഗാമിലെ മുതമാസിലൈനി എന്ന് പറയുന്ന ഇദ്ഗാം മുതമാസിലൈനി. ഇനി മനസ്സിലാക്കാനുള്ളത് മുതജാനിസൈനിയും മുതഖാരിബൈനിയുമാണ്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത വീഡിയോയിൽ കാണാം.